ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രാഷ്ട്രീയം നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്താം. രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ രാഷ്ട്രീയം ആദ്യം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് നടത്തിയിട്ടുള്ളത് ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ കപ്പലിൽ തന്നെ കള്ളൻ എന്ന് പറയുന്നതാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്. ഇവിടെ 2023 ഫെബ്രുവരിയിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്താ ഓർഡറിനകത്ത്? എല്ലാവരുടെയും വരുമാനം കൃത്യമായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് കൊടുത്തവരെ ഇവർ ഉൾക്കൊള്ളേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ലേ? ഇവരത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കൊടുത്തത് കള്ളത്തരമായിരുന്നില്ലേ? 2, മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരെ എന്തടിസ്ഥാനത്തിലാണ് അക്ഷയയിൽ പോയി വിരലടയാളം വെച്ചിട്ടുള്ളത്? സർക്കാർ ഉദ്യോഗസ്ഥരായി ഇരിക്കെ തന്നെ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് അക്ഷയയിൽ പോയി വിരലടയാളം കൊടുത്ത് അവർ വീണ്ടും അതിന് അർഹരാകുന്നു എന്ന് പറഞ്ഞാൽ 18 വയസ്സ് സമയത്ത് അവർക്ക് കിട്ടുന്ന സമയത്ത് ദിവ്യാംഗതരായിട്ടുള്ള ആളുകൾക്ക് ആ പെൻഷൻ കിട്ടുകയും സ്വാഭാവികമായിട്ട് ഈ പെൻഷൻ വാങ്ങിക്കുന്നതിന് ശേഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ കിട്ടിയെങ്കിൽ ആ കിട്ടിയതിന് ശേഷം അവർ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തിട്ട് അവർ അഭ്യാസം കളിച്ചിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താനുള്ളൊരു മാർഗം സർക്കാരിന് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പിന്നിൽ അറിഞ്ഞിട്ടും അറിയാതെ കൊണ്ട് നടിച്ചതിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ DBT സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ സിസ്റ്റം പോലെ ഒപ്പം തന്നെ മറ്റൊരു രീതിയിൽ കൂടി പെൻഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ള പേരിൽ കുറച്ച് ആളുകൾക്ക് സഹകരണ സംവിധാനം വഴിക്ക് 25 റുപ്യ വെച്ച് സഹകരണ സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ. ആ കൊടുത്തിട്ട് സഹകരണ സ്ഥാപനങ്ങളിലെ ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ ഇവരുടെ പരിചയമുള്ള മെമ്പർമാർ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. അങ്ങനെ വിവിധ തരം പദ്ധതികൾ, പരിപാടികളൊക്കെ ഇതിനകത്ത് ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് കാറുണ്ടോ, AC ഉണ്ടോ, അവർക്ക് മറ്റൊരു ജോലിയുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് അന്വേഷിക്കാൻ അവർക്കറിയാമല്ലോ, ആ മെമ്പർക്കറിയാമല്ലോ, ആ കൊടുത്ത സഹകരണ സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ മൂടി വെച്ചത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു? രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ പട്ടികയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുക എന്നത് ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമായി ഉപയോഗിക്കപ്പെട്ടു എന്നൊരാക്ഷേപമുണ്ടോ BJPക്ക്? 100% ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ട. ഇന്നലെ NGO യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധി വന്നിരുന്നു പറഞ്ഞു, ശക്തമായ നടപടിയെടുക്കണം, ശക്തമായ നടപടി സർക്കാർ എടുക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ NGO യൂണിയനിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇത് ഈ 2 സംഘടനകളിലും ഉൾപ്പെട്ട ആളുകളെ തൽക്കാലം അവരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. ഇതെന്താണ്? ഉപജീവന പ്രശ്നമുള്ള സാധാരണക്കാരായിട്ടുള്ള അതിൻ്റെ താഴെയുള്ള സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു പൈസ കൈയിട്ട് വാരിയ ഗസറ്റഡ് ഓഫീസർ അടക്കമുള്ള പ്രൊഫസർമാരടക്കമുള്ള മറ്റ് തൊഴിലിൽപ്പെട്ടിട്ടുള്ള സ്പാർക്കിൻ്റെ കീഴിലല്ലാതെ ദൈനംദിന തൊഴിൽ കരാറടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്ന ആളുകളടക്കം ഇത് വാങ്ങിച്ചിട്ടും ഇതറിഞ്ഞിട്ടും ഇത് നോക്കാതെ പഞ്ചായത്ത് അടക്കമുള്ള വില്ലേജ് അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥ സംവിധാനത്തിലടക്കമുള്ള ആളുകൾ ഇത് കൃത്യമായിട്ട് വർഷാവർഷക്കാലം ഇത് നടപ്പിലാക്കിയിട്ടും ഇതൊന്നും അറിയാതെ ഞങ്ങൾ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞങ്ങൾ ഇനി അതിന് നടപടിയെടുക്കല്ല വേണ്ടെന്നേ. ഇവന്മാരെ കണ്ടെത്തിയിട്ട് ഇതിനകത്ത് കൃത്യമായ ആൾമാറാട്ടമില്ലേ, കൃത്യമായിട്ടുള്ള വ്യാജരേഖ ചമച്ചിട്ടില്ലേ, കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയില്ലേ, ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഇതിനകത്ത് പുറത്താക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? പേര് വിവരപ്പെട്ട് ഇത് 1458 പേരേ ഉള്ളൂ എന്നാണ് മാധു വിശ്വസിക്കുന്നത്. ഇത് കേരളം കാണുന്ന ഏറ്റവും വലിയൊരു സ്കാം ആയിട്ട് വരാൻ പോവുകയാണ്. അനർഹരായ മറ്റ് സാമ്പത്തിക വരുമാന സ്രോതസ്സുള്ള മെച്ചപ്പെട്ട സാമ്പത്തിക നിലയുള്ള ആളുകൾ അതിനുള്ളിൽ വേറെ കയറിക്കൂടിയിട്ടുണ്ട്. ഈ 1458 എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കാണ്. അതിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് 373 ഏറ്റവും കൂടുതൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടേതാണ്. അങ്ങനെ ആ കാര്യത്തിലെങ്കിലും സർക്കാരിന് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അവിടെയാണ് മധുവിനെ ഒരു തിരുത്തും കൂടി തിരുത്തേണ്ടി ഭാവിയിൽ വരിക. 1458 എന്ന് പറയപ്പെടുന്ന കണക്കിലല്ല ഇത് വരാൻ പോകുന്നത്. ഇത് കൃത്യമായി അന്വേഷിച്ചാൽ, കൃത്യമായി മേലുദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം 1458ൻ്റെ 10 മടങ്ങ് സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങിക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യത്തിൽ അറിയാം. അവരുടെ മുമ്പിൽ ഇവർ കണ്ണടച്ചുകൊണ്ട് അത് അവർക്കും കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ 62 ലക്ഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ മാനം അതിന് കൊടുത്തുകൊണ്ട് ഇവരുടെ ഏറ്റവും വലിയൊരു സ്ലോട്ട് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവതരിപ്പിച്ച ഒരു വിഷയത്തെ സത്യസന്ധമായി അല്ല അവർ നടപ്പിലാക്കിയതെന്നും ഇത് പൊതുജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ക്രോസ് ചെക്കിൽ വന്നിട്ടുള്ള 2 സോഫ്റ്റ്വെയർ തമ്മിലുള്ള ക്രോസ് ചെക്കിൽ വന്നിട്ടുള്ള ഒരു ചെറിയ അറിവുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് ഇനിയും എത്രയോ
വലുതായിട്ട് വരാനുണ്ട്. അപ്പൊ ആദ്യം വന്ന ആളുകളെ പോലും അതിനെ കൃത്യമായി പുറത്താക്കണമെന്നേ. അതിന്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ വ്യാജരേഖ ചമക്കില്ലേ, ആൾമാറാട്ടമില്ലേ, അതിന് ഗൂഢാലോചനയില്ലേ, അതിനകത്ത് തട്ടിപ്പ് നടത്തിയിട്ടില്ലേ, ഇത്യാദി ആളുകളെ ഇനിയും പേറണമെന്നാണ് സർക്കാർ തീരുമാനമെങ്കിൽ ആ സർക്കാരിന്റെ ദുരുദ്ദേശത്തെ നമ്മൾ സംശയിക്കണ്ടേ? അത് ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയമില്ലാതെ ഈ ജനങ്ങളെ പറ്റിച്ച സാധാരണക്കാരന്റെ ഉപജീവനത്തിന് താഴെയുള്ള പാവപ്പെട്ടവനെ പറ്റിച്ചവനെ പുറത്താക്കാനുള്ള ആർജവത്തിലേക്ക് സർക്കാരിന്റെ സംവിധാനം എത്തണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.